സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതിൽ ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, യൂണിഫോം സിവിൽ കോഡ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ ആണ്. പ്രീതി ലത വഡേദ്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1858 ജൂൺ 18 ആണ്. 1858 ജൂൺ 18. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം ഓപ്ഷൻ എ 1857 ഏപ്രിൽ 8 ആണ്. 1857 ഏപ്രിൽ 8. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ആണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളവ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അപ്പൊ താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇത്രയും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് 1858 വിളംബരമാണ്. 1858 വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്ന വിളംബരം. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. സൂററ്റ് പിളർപ്പ് നടന്നത് 1907 ആണ്. 1907 സൂററ്റ് പിളർപ്പ് നോക്കി വയ്ക്കുക. വർഷം കാലഗണനാക്രമത്തിൽ തരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ് സൂററ്റ് പിളർപ്പ്. 1907. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീട്. അപ്പോൾ ഉള്ളൂർക്കോട് വീട് ആരുടെ ഭവനമാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ചട്ടമ്പി സ്വാമിയുടെ ഭവനമാണ് ഉള്ളൂർക്കോട് വീട്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. പള്ളിയാടി മല്ലൻ ശങ്കരൻ ആരുടെ റവന്യൂ മന്ത്രിയായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? മുത്തുസ്വാമി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മുത്തുസ്വാമി. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം. ഏത് കലാപത്തിനു ശേഷമാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ്. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1723 ആണ്. 1723 വേണാട് ഉടമ്പടി.
ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത്, ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രിയാണ് ചെങ്കലിലെ ഇതിഹാസം എന്ന് അറിയപ്പെടുന്നത്. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആര്യ സമാജം. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. വേദഭാഷ്യ ഭൂമിക സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വാമി ദയാനന്ദ സരസ്വതി. വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് 1940-ലാണ്. 1940. മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്, മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തൂക്കുകടികാരത്തെയാണ്. തൂക്കുകടികാരത്തെയാണ് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കോയിദ് ഇ ആസം എന്നറിയപ്പെട്ടത് ആരാണ്? കോയിദ് ഇ ആസം എന്ന് അറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം? ആംനസ്റ്റി പൊതുമാപ്പ്. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം? ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനമായ ബെൽഗ്രേഡ് സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1961-ലാണ്. 1961. ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത സാനിയ മിർസയാണ്. സാനിയ മിർസ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് BN റാവു. ഓപ്ഷൻ സി ആണ് ഉത്തരം. BN റാവു. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഓപ്ഷൻ ബി ആണ്. ജുനഗഡ് ആണ്. ജുനഗഡ്. ഐത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമമനുസരിച്ചിട്ടാണ്? ഐത്താചരണവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ്. സിവിൽ അവകാശ സംരക്ഷണ നിയമം. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന മൗലിക അവകാശങ്ങൾ, അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നിവ ഏത് ആർട്ടിക്കിളിലാണ് എന്നത് ശരിയായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭാഗം 4A ആണ്. പാർട്ട് 4A-യിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നോക്ലക് എന്ന ജില്ല നിലവിൽ വന്നത്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡ്. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മയോപ്പിയ ബാധിക്കുന്നത് കണ്ണിനെയാണ്. പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെയാണ്? ലാഹോറാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത്. 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെയാണ്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ചത് കോഴിക്കോടാണ്. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ചത്. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശികൾ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത്
ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് അരബിന്ദോ ഘോഷാണ്. നെപ്പോളിയൻ ചക്രവർത്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി. നെപ്പോളിയൻ ചക്രവർത്തിയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സ്മാരക നാണയം ആരുടേതായിരുന്നു? ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സ്മാരക നാണയം ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു. ജവഹർലാൽ നെഹ്റു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ജഹനാര ഷാനവാസ് ആണ്. ജഹനാര ഷാനവാസ്. അവായു ശ്വസനത്തിലൂടെ പേശീകോശങ്ങളിൽ രൂപപ്പെടുന്നത് എന്ത്? അവായു ശ്വസനത്തിലൂടെ പേശീകോശങ്ങളിൽ രൂപപ്പെടുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് സമപ്രവേഗത്തിന് ഉദാഹരണമാണ്. സമപ്രവേഗം. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളേവ? ദേശീയപാത 544 ബന്ധിപ്പിക്കുന്നത് സേലം കൊച്ചി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിക്കരയിലാണ്. സിന്ധു നദിക്കരയിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തതാണ്? മൺസൂൺ അറബിയാണ്. അറബി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഝാൻസി റാണി 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ച വർഷം ഏതാണ്? 1815 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. 1815 ആത്മീയ സഭ രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ രൂപീകരിച്ചത്. വർഷം 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു.
ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 24-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 16 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359 ആണ്. വകുപ്പ് 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993-ലാണ്. 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമായത് അലോക് റാവത്താണ്. അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ളത് കുണ്ടറയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ ബി സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? പദ്ധതികളുടെ പേര് തനിമ, കൃതിക എന്നിവ. കൈത്തറിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഓപ്ഷൻ സി ആണ്. നീണ്ടകരയാണ്. നീണ്ടകര. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം പവർ പ്ലാന്റ് ആണ് KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് ഡിണ്ടിഗലും കൊല്ലവുമാണ്. ഡിണ്ടിഗൽ, കൊല്ലം. ഡിണ്ടിഗലിനെയും കൊല്ലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയപാത 183.
കേരളത്തിലെ വിവേകാനന്ദർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ വിവേകാനന്ദർ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വെങ്ങാനൂർ. വെങ്ങാനൂരാണ് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയാണ്. തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1797. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ്. അതുപോലെ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെ. അടുത്ത ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ്? പഴശ്ശി വിപ്ലവമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പഴശ്ശി വിപ്ലവം, പുരളിമല. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചത് 1930 1930. ഉപ്പു സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? 1930. ഉമ്മിനീരിന്റെ pH മൂല്യം എത്രയാണ്? ഉമ്മിനീരിന്റെ pH മൂല്യം ഓപ്ഷൻ ഡി ആണ്, 6.2 to 7.6 ആണ്. 6.2 മുതൽ 7.6 ഉമ്മിനീരിന്റെ pH മൂല്യം. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതിവിടെ തന്നിരിക്കുന്നു? ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്? പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം, 1 മാത്രമാണ്. 1. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഉൾപ്പെടാത്ത പ്രസ്താവന. ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അതുപോലെ പഞ്ചാബും ബംഗാളും രണ്ടായിട്ട് വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നത് ആണ്. അടുത്ത ചോദ്യം, ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു തവണ സ്വയം തിരിയുവാനായിട്ട് എടുക്കുന്നത്
ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രം. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത് റിഷ്രയിലാണ്. 2 മാത്രം ശരി. ഇന്ത്യയിലെ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്ന ബുക്സ, സരിസ്ക, സിംലിപാൽ, പാക്വി ഇവ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബുക്സ പശ്ചിമ ബംഗാൾ, സരിസ്ക രാജസ്ഥാൻ, സിംലിപാൽ ഒഡീഷ, പാക്വി അരുണാചൽ പ്രദേശ്. ബുക്സ പശ്ചിമ ബംഗാളിലാണ്, സരിസ്ക രാജസ്ഥാനിലാണ്, സിംലിപാൽ ഒഡീഷയിലാണ്, പാക്വി അരുണാചൽ പ്രദേശിലാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി. ബ്രിട്ടീഷ് ഗവൺമെന്റ് 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി ആണ്. വക്കം അബ്ദുൾ ഖാദർ ആണ്. വക്കം അബ്ദുൾ ഖാദർ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം ഓപ്ഷൻ സി ആണ്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഒന്നാമത്തേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എന്താണ് തന്നിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഏതാണ് ഉത്തരം ശരിയായത്? ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 6. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. പണ്ഡിറ്റ് KP കറുപ്പൻ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. സങ്കരയിനം തക്കാളി ഏതാണ്? തന്നിരിക്കുന്നതിൽ സങ്കരയിനം തക്കാളി ഏതാണ്? ഓപ്ഷൻ ഡി അക്ഷയയാണ്. അക്ഷയ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ്. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? സമൂഹശാസ്ത്രം. ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. ഓപ്ഷൻ സി ബോംബെ യൂണിവേഴ്സിറ്റി. അവസാനത്തെ ചോദ്യം. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2022 ഖത്തറാണ്. ഓപ്ഷൻ ഡി ഖത്തർ. 100 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്